ഓർമ്മകൾക്കും കവിതകൾക്കും ദേഹം വേണം. ഞാൻ നിന്റെ ദേഹത്തെ കാണുന്നു. അരവി, ഇനി ഞാൻ നീയാണ്. ജമീലയുടെ ഈ വാക്കുകളാണ് അരവിയുടെ പിന്നീടുള്ള ജീവിതത്തെ നിർണയിക്കുന്നത്. അജയ് പി മങ്ങാട്ട് എന്ന എഴുത്തുകാരൻ്റെ 3 കല്ലുകൾ എന്ന നോവലിന് ശേഷം എഴുതിയ പുതിയ നോവൽ ദേഹം ഓർമ്മകളുടെയും വേദനകളുടെയും സ്നേഹത്തിൻ്റെയും വേട്ടയുടെയും വേട്ടക്കാരൻ്റെയും കഥയാണ്. എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായ അരവിയും സത്യവേലും ഒന്നിച്ച് ജമീല എന്ന ഒരു പാവം പെണ്ണിനെ പീഡിപ്പിച്ചും അതിനുശേഷം കത്തിമുന കൊണ്ട് കഴുത്തിലൊരു വരയിട്ട് ഈ ജീവിതത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നിടത്ത് തുടങ്ങുന്നു അരവിയുടെ ജീവിതഗതിയുടെ മാറ്റം. ഓർമ്മകൾ ഉപേക്ഷിച്ച ഒരു മനുഷ്യന് ആ നിമിഷം മുതൽ ഓർമ്മകൾ തികട്ടി വരുന്നു. തൻ്റെ ജീവിതത്തിലെ ഓർമ്മകൾ മാത്രമല്ല, ജമീലയുടെ, പാലത്തിൽ നിന്ന് എടുത്തു ചാടിയ ചെറുപ്പക്കാരൻ്റെ, യാസീൻ്റെ, അവൻ്റെ ഉപ്പയും ഉമ്മയുമായ ഖദീജയുടെയും കരീമിൻ്റെയും, സ്വന്തം അമ്മയുടെ, തുളസിയുടെ, നാടിൻ്റെ ഒക്കെ ഓർമ്മകൾ കൊണ്ട് പരക്കം പായുന്ന ഒരു മനുഷ്യൻ്റെ നിസ്സഹായത നമുക്ക് നേരിൽ കാണാൻ സാധിക്കുന്നു. അതിലൂടെ അവൻ ഒരു മനുഷ്യനായി മാറുന്നു. മനുഷ്യൻ അവൻ്റെ ഓർമ്മകളാണല്ലോ. സ്മൃതിരഹിതമായ ദിവസങ്ങളിൽ നിന്ന് സ്മൃതി വേട്ടയാടുന്ന ഒരു മനുഷ്യൻ്റെ വേദനകളും വിരഹവും നാം അറിയുന്നു. ഓർമ്മകളില്ലാത്ത, സ്നേഹമെന്തെന്നറിയാത്ത തൻ്റെ ദേഹം വിട്ട് പുതിയ ദേഹം മന്ത്രിക്കുന്നിടത്തേക്ക്, പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക്, ഓർമ്മകളിലേക്ക് ജമീലയിലൂടെ അയാൾ വലിച്ചിഴക്കപ്പെടുന്നു. മരിച്ചുപോയ മനുഷ്യരുടെ ശബ്ദങ്ങൾ മാത്രം പാർക്കുന്ന ഒരു തലച്ചോറുമായാണ് ഞാൻ നിന്റെ പർവ്വതദേശത്തേക്ക് എത്തിയത് എന്ന് അരവി തുളസിയോട് പറയുന്നു. ജമീലയെ കൊന്നതിന് ശേഷം അവളിലൂടെ അയാളുടെ ഭൂതകാലവും സ്വതന്ത്രമാകുന്നു. അയാൾക്ക് കിട്ടുന്ന ആ ഓർമ്മകൾ ഒരു തരത്തിൽ വെളിച്ചമാകുന്നു. തൻ്റെ സ്നേഹസമ്പാദ്യങ്ങളെല്ലാം മറന്നുവെച്ച ഇടങ്ങൾ തേടി അലയാനും അയാൾക്ക് സാധിക്കുന്നു. ജമീലയുടെ ജീവിതത്തിലൂടെ അവളും ചാലിയുമായുള്ള ബന്ധത്തിൻ്റെ തീവ്രത അറിഞ്ഞുകൊണ്ട് അവരുടെ കൊലയിലൂടെ 3 ജന്മങ്ങളെ നിഷ്കാസനം ചെയ്യുകയാണ് അരവിയും സത്യവേലും അടങ്ങുന്ന പോലീസ് സംഘം. ജമീലയുടെ ഉപ്പയുടെ മരണത്തിന് ശേഷം അവൾ കാത്തുസൂക്ഷിച്ചു വെച്ച ഉപ്പയുടെ കവിതകൾ അയാൾക്ക് സ്നേഹത്തിൻ്റെ പുതിയ മാനങ്ങൾ കാട്ടിക്കൊടുക്കുന്നു. എല്ലാം അറിയുന്നതോടൊപ്പം അരവി തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ സ്നേഹ സാന്നിധ്യമായിരുന്ന ആളുകളെ, അമ്മയെ, സഹോദരങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മകളിലൂടെ സന്ദർശിക്കുന്നുണ്ട്. ഒപ്പം ഓർമ്മകൾ കൂട്ടിവെച്ച് നെയ്തെടുത്ത തുളസിയുടെ നോവലിലെ കഥാപാത്രങ്ങളോട് ഐക്യപ്പെടാനും അവരെ ഒന്നുകൂടെ ആഴത്തിൽ മനസ്സിലാക്കാനും സാധിക്കുന്നു. പ്രണയം എത്ര വലിയൊരു സമ്പാദ്യമാണ് എന്ന് തുളസിയിലൂടെ അയാൾ അറിയുന്നു. യാസീൻ എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഉമ്മയെയും ഉപ്പയെയും കൊന്നൊടുക്കിയ പോലീസുകാരിൽ പെട്ടവനാണല്ലോ താനും എന്ന ബോധ്യത്തിലേക്ക് അയാൾ എത്തുന്നു. ദേഹം എന്ന നോവൽ സ്നേഹത്തിലേക്കുള്ള, മനുഷ്യത്വത്തിലേക്കുള്ള ഒരു യാത്ര കൂടിയാണ്. ഒരുപാട് ശബ്ദങ്ങൾ മനസ്സിലാളെ അലയടിക്കുമ്പോഴാണ് അവൻ സ്നേഹത്തിലേക്കും വേദനയിലേക്കും മനസ്സിലാക്കലുകളിലേക്കും മനുഷ്യൻ എന്ന ഉണ്മയിലേക്കും എത്തിച്ചേരുന്നത്.